ഹായ് ഫ്രണ്ട്സ്, അപ്പൊ എല്ലാവർക്കും ഇന്നത്തെ ഒരു പുതിയ വീഡിയോയിലോട്ട് സ്വാഗതം. അപ്പൊ കുറെ പേര് മെസ്സേജ് അയക്കുമ്പോൾ ചോദിക്കുന്നുണ്ട് കേട്ടോ, LBSന്റെ അലോട്ട്മെന്റ് പ്രോസസ് എങ്ങനെയാണ്, എപ്പോഴായിരിക്കും റാങ്ക് ലിസ്റ്റ് വരിക, അത് കഴിഞ്ഞിട്ട് നമ്മൾ എന്തൊക്കെയാണ് ചെയ്ത് കൊടുക്കേണ്ടതെന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പം അലോട്ട്മെന്റ് എങ്ങനെയാണ്, BSc നഴ്സിംഗ് ആയിക്കോട്ടെ, പാരാമെഡിക്കൽ കോഴ്സുകൾ ആയിക്കോട്ടെ, എങ്ങനെയാണ് ഓപ്ഷൻ രജിസ്ട്രേഷൻ, അതുപോലെയുള്ള ഒരു കംപ്ലീറ്റ് ആയിട്ടുള്ള അലോട്ട്മെന്റിനെ പറ്റിയിട്ടുള്ള ഡീറ്റെയിൽസ് ആണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ ഡിസ്ക്രൈബ് ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പൊ ഇതുവരെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പൊ നമുക്ക് നമ്മുടെ വീഡിയോയിലോട്ട് പോവാം. അപ്പൊ ആദ്യം തന്നെ ഞാൻ മുന്നേ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. ആ വീഡിയോയിൽ നമ്മൾ പറയുന്നുണ്ട് കേട്ടോ എന്നത്തേക്കായിരിക്കും റാങ്ക് ലിസ്റ്റും കാര്യങ്ങളൊക്കെ പബ്ലിഷ് ആക്കാനുള്ള ഒരു സാധ്യത, കൂടാതെ തന്നെ എപ്പോഴത്തേക്കായിരിക്കും ഓപ്ഷൻ രജിസ്ട്രേഷൻ സ്റ്റാർട്ട് ചെയ്യാന്നുള്ളത്. അപ്പം ആദ്യം തന്നെ നിങ്ങൾ ആ ഒരു വീഡിയോ കൂടെ ഒന്ന് കണ്ടു നോക്കുക. അപ്പൊ നമ്മൾ ഇതിൽ പറയാൻ പോകുന്നത് എങ്ങനെയൊക്കെയാണ് ബാക്കിയുള്ള പ്രോസസ്സുകൾ നടക്കുന്നതെന്നാണ്. അപ്പം ആദ്യം തന്നെ ആ ഒരു റാങ്ക് ലിസ്റ്റ് ആയിരിക്കും ആദ്യം പബ്ലിഷ് ആവാൻ പോവുക. അപ്പം ഓൾറെഡി നിങ്ങളുടെ ഇൻഡെക്സ് മാർക്ക് ഇപ്പം സ്വന്തമായിട്ട് കാൽക്കുലേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പം അതിൽ എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടോ എന്നൊക്കെ നിങ്ങൾക്ക് അറിയാൻ പറ്റുന്ന ഒരു സമയമായിരിക്കും ഈ റാങ്ക് ലിസ്റ്റ് വരുന്ന സമയത്ത്. അപ്പൊ റാങ്ക് ലിസ്റ്റ് വരുമ്പം റാങ്ക് ലിസ്റ്റ് 1ഉം കാണും, റാങ്ക് ലിസ്റ്റ് 2ഉം കാണും. അപ്പൊ നിങ്ങൾ ഈ റാങ്ക് ലിസ്റ്റ് 2 റാങ്ക് ഉണ്ടല്ലോ എന്ന് കണ്ടിട്ട് ആരും പേടിക്കുകയൊന്നും വേണ്ട. റാങ്ക് ലിസ്റ്റ് 1 എന്ന് പറയുന്നത് BSc നഴ്സിംഗും കൂടാതെ മറ്റ് പാരാമെഡിക്കൽ കോഴ്സുകൾക്കും വേണ്ടിയിട്ട് നിങ്ങൾക്കുള്ളൊരു റാങ്ക് ആണ് റാങ്ക് ലിസ്റ്റ് 1. റാങ്ക് ലിസ്റ്റ് 2 എന്ന് പറയുമ്പോഴത്തേക്ക് BASLP എന്ന് പറഞ്ഞൊരു കോഴ്സ് ഉണ്ട്. ആ കോഴ്സിൽ നിങ്ങൾക്ക് എത്രയാണ് നിങ്ങളുടെ റാങ്ക് എന്നുള്ളതാണ് റാങ്ക് ലിസ്റ്റ് 2. അപ്പൊ നിങ്ങൾ BSc നഴ്സിംഗോ മറ്റ് പാരാമെഡിക്കൽ കോഴ്സുകളോ പോകാൻ നിൽക്കുന്നവരാണെങ്കിൽ ഈ ഒരു റാങ്ക് ലിസ്റ്റ് 1 മാത്രം നോക്കിയാൽ മതി. അപ്പം ഈ ഒരു റാങ്ക് ലിസ്റ്റ് 1ഉം 2ഉം തമ്മിൽ അത്യാവശ്യം ഡിഫറൻസസ് ഒക്കെ കാണും കേട്ടോ. പിന്നെ ഈ ഒരു റാങ്ക് ലിസ്റ്റിൽ കൂടെ തന്നെ വരുന്ന മറ്റൊരു കാര്യമായിരിക്കും നിങ്ങളുടെ ഇൻഡെക്സ് മാർക്ക്. നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്ത് വെച്ചത് കറക്റ്റ് ആണോ എന്ന് നമുക്ക് അറിയാനുള്ള ഒരു ടൈം കൂടാണത്. അപ്പൊ എന്തെങ്കിലും മിസ്റ്റേക്ക് ഒക്കെ ഉണ്ടെന്ന് നിങ്ങൾക്ക് തോന്നുകയാണെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾക്ക് LBSനെ ആ ഒരു സമയത്ത് കോൺടാക്ട് ചെയ്യാവുന്നതാണ്. അങ്ങനെ ആദ്യം വരുന്നത് റാങ്ക് ലിസ്റ്റ് ആയിരിക്കും. അപ്പൊ റാങ്ക് ലിസ്റ്റ് വന്നു, റാങ്ക് ലിസ്റ്റ് വന്നിട്ട് ഒരു 2-3 ദിവസമൊക്കെ കഴിയുമ്പോഴത്തേക്ക് ആ ഒരു ഷെഡ്യൂൾ പബ്ലിഷ് ആവും. എങ്ങനെയാണ് ഇനി അലോട്ട്മെന്റ്സ് ഒക്കെ നടക്കുക എന്നുള്ള ഒരു ഷെഡ്യൂൾ ആയിരിക്കും അത് കഴിഞ്ഞിട്ട് പബ്ലിഷ് ആവുക. അപ്പൊ ആ ഒരു ഷെഡ്യൂളിൽ കറക്റ്റ് ആയിട്ട് തന്നെ കാണും ഏത് ഡേറ്റിലാണ് ട്രയൽ അലോട്ട്മെന്റ് വരുന്നത്, ഫസ്റ്റ് അലോട്ട്മെന്റ് വരുന്നത്, സെക്കൻഡ് അലോട്ട്മെന്റ് വരുന്നത്, തേർഡ് അലോട്ട്മെന്റ് വരുന്നത്, കൂടാതെ ക്ലാസ് സ്റ്റാർട്ടിംഗ് ഡേറ്റ് വരെ അതിൽ കൊടുത്തിട്ടുണ്ടായിരിക്കും. പക്ഷെ എല്ലാ തവണയും LBS അങ്ങനെ ക്ലാസ് സ്റ്റാർട്ടിംഗ് ഡേറ്റ് ഒക്കെ കൊടുക്കാറുണ്ടെങ്കിലും ആ ഒരു ഡേറ്റിന് ക്ലാസ് തുടങ്ങാറില്ല എന്നുള്ളതാണ് ഒരു സത്യം. ഞാൻ അഡ്മിഷൻ എടുക്കുന്ന ടൈമിൽ ഈ വന്ന ഒരു ഷെഡ്യൂളിൽ സെപ്റ്റംബർ 1-നായിരുന്നു എന്റെ ക്ലാസ് തുടങ്ങുന്നു എന്ന് അവര് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. പക്ഷെ എന്റെ ക്ലാസ് ശരിക്കും തുടങ്ങിയത് നവംബർ 1-ാം തീയതി ആയിരുന്നു. അത്യാവശ്യം ഓൾമോസ്റ്റ് ഒരു മാക്സിമം അലോട്ട്മെന്റ്സ് കംപ്ലീറ്റ് ആയതിനു ശേഷമാണ് ക്ലാസ്സുകളൊക്കെ സ്റ്റാർട്ട് ചെയ്യുക. ചില പ്രൈവറ്റ് കോളേജുകളിൽ മാത്രം അവർ തേർഡ് അലോട്ട്മെന്റ് കഴിയുമ്പോഴത്തേക്ക് സ്വന്തമായിട്ട് ക്ലാസ്സസ് ഒക്കെ തുടങ്ങും. LBS ഈ ഒരു ഷെഡ്യൂൾ പബ്ലിഷ് ആവും. ആ ഒരു ഷെഡ്യൂൾ പ്രകാരം നമുക്ക് ഓപ്ഷൻസ് രജിസ്റ്റർ ചെയ്ത് കൊടുക്കാവുന്നതാണ്. അപ്പൊ നമ്മൾ ആ ഒരു ഓപ്ഷൻ രജിസ്ട്രേഷന്റെ സൈറ്റിലോട്ട് കയറുന്നത് ആപ്ലിക്കേഷൻ നമ്പറും കൂടാതെ നമ്മുടെ പാസ്വേഡും അടിച്ചു കൊടുത്താണ്. അങ്ങനെ നമ്മൾ സൈറ്റിലോട്ട് എൻ്റർ ആവുമ്പോഴത്തേക്ക് നമുക്ക് ഇവിടെ ഓപ്ഷൻ രജിസ്ട്രേഷൻ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ കാണും, അതിൽ ക്ലിക്ക് ചെയ്യാം. അപ്പൊ ആ ഒരു സൈറ്റിലോട്ട് എൻ്റർ ആവുന്ന സമയത്ത് നമുക്ക് ലെഫ്റ്റ് സൈഡിൽ കോളേജസും റൈറ്റ് സൈഡിൽ ഒരു ജസ്റ്റ് ഒരു സ്ക്വയർ പോലത്തെ ഒരു ബോക്സും കാണാനായിട്ട് പറ്റും. അപ്പൊ നമുക്ക് ആ ഒരു കോളേജിന്റെ നേരെയുള്ള ബോക്സിൽ നമുക്ക് ഏത് കോളേജാണോ കൂടുതൽ ഇഷ്ടം അതനുസരിച്ച് നമുക്ക് സെലക്ട് ചെയ്ത് കൊടുക്കാനായിട്ട് പറ്റും. ഇപ്പം എനിക്ക് ഏറ്റവും കൂടുതൽ താല്പര്യം ട്രിവാൻഡ്രം നഴ്സിംഗ് കോളേജിൽ പഠിക്കണം എന്നാണ്, എനിക്ക് അവിടെ കിട്ടാനാണ് ഏറ്റവും കൂടുതൽ താല്പര്യം എന്നുണ്ടെങ്കിൽ ഞാൻ ഒന്നാമത്തെ ഓപ്ഷൻ ആയിട്ട് ഗവൺമെന്റ് നഴ്സിംഗ് കോളേജ് ട്രിവാൻഡ്രത്തിന് നേരെ 1 കൊടുക്കും. രണ്ടാമതായിട്ട് അതിനേക്കാൾ കുറച്ച് ഇഷ്ടം കുറവുള്ള കോളേജ് എനിക്കിപ്പം ഗവൺമെന്റ് നഴ്സിംഗ് കോളേജ് കോഴിക്കോട് ആണെന്നുണ്ടെങ്കിൽ ഗവൺമെന്റ് നഴ്സിംഗ് കോളേജ് കോഴിക്കോട് അതിന്റെ നേരെയുള്ള ബോക്സിലായിരിക്കും നമ്മൾ 2 ഓപ്ഷൻ കൊടുക്കുക. അങ്ങനെ നമുക്ക് എത്ര ഓപ്ഷൻസ് വേണമെങ്കിലും കൊടുക്കാം. ഇപ്പം പ്രൈവറ്റ് കോളേജും കൂടെ ഒക്കെ കൂട്ടി എബോവ് 100+ കോളേജസ് ആയിരിക്കും നമുക്ക് അതിൽ കാണാനായിട്ട് പറ്റുക. അപ്പം നമ്മൾ കുത്തി ഇരുന്നിട്ട് ആ ഓപ്ഷൻ കൊടുക്കേണ്ടതായിട്ടുണ്ട്. നിങ്ങൾക്ക് ഒരു 300 അല്ലെങ്കിൽ 299 ഒക്കെ ഇൻഡെക്സ് ഉണ്ടെങ്കിൽ മാത്രമേ നിങ്ങൾ ഗവൺമെന്റ് കോളേജുകളും ഒരു 10-12 പ്രൈവറ്റ് കോളേജുകളും വെച്ചിട്ട് റിസ്ക് എടുക്കാവൂ. അതിലും കുറവാണ് ഇൻഡെക്സ് എന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾ മാക്സിമം പ്രൈവറ്റ് കോളേജും കൂടെ ഇൻക്ലൂഡ് ചെയ്യുക. അത്യാവശ്യം ഇൻഡെക്സ് കുറവുള്ളവരാണെങ്കിൽ മാക്സിമം നമ്പർ ഓഫ് പറ്റുന്നുണ്ടെങ്കിൽ എല്ലാ കോളേജുകളും ഓപ്ഷനിൽ ഇൻക്ലൂഡ് ചെയ്യുക. അപ്പൊ ഓപ്ഷൻ വെക്കുന്ന സമയത്ത് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളൊരു കാര്യത്തിന്റെ വീഡിയോ നമ്മൾ ഉറപ്പായിട്ടും ചെയ്യുന്നതായിരിക്കും. അപ്പൊ അത് പ്രകാരം നമുക്ക് ഓപ്ഷൻസ് വെച്ച് കൊടുത്തിട്ട് ആ ഒരു സേവ് ഓപ്ഷനും നിങ്ങൾ ഉറപ്പായിട്ടും ക്ലിക്ക് ചെയ്തിരിക്കണം. അങ്ങനെ സേവ് ചെയ്തു. അപ്പം ആ ഒരു ഡേറ്റ് കാണും, ഇത്ര ദിവസം, ഒരു 3-4 ദിവസത്തെ ടൈം ആയിരിക്കും ഓപ്ഷൻ രജിസ്റ്റർ ചെയ്യാനായിട്ട് തരുന്നത്. അപ്പൊ അത് കഴിയുമ്പോഴത്തേക്ക് ഓപ്ഷൻ രജിസ്ട്രേഷൻ ടൈം തീരും. പിന്നെ നമ്മൾ കുറച്ച് ദിവസം വെയിറ്റ് ചെയ്യുമ്പോഴത്തേക്കായിരിക്കും ആദ്യം ട്രയൽ അലോട്ട്മെന്റ് വരിക. അപ്പൊ ട്രയൽ അലോട്ട്മെന്റ് വരുന്ന സമയത്ത് നമുക്ക് പ്രത്യേകിച്ച് ഒന്നും ചെയ്യാനില്ല. നമ്മൾ കണ്ടിട്ട് ഓക്കെ നമുക്ക് ഇവിടെ കിട്ടിയെന്ന് പറഞ്ഞ് സമാധാനത്തിൽ ഇരിക്കാം. ഫസ്റ്റ് അലോട്ട്മെന്റിൽ ആ ഒരു കോളേജ് തന്നെ വരണം എന്ന് യാതൊരുവിധ നിർബന്ധവും ഇല്ല. ചിലപ്പോൾ ഒരു കോളേജും കിട്ടാതിരിക്കാം, ചിലപ്പോൾ ആ ഒരു കോളേജ് തന്നെ ഫസ്റ്റ് അലോട്ട്മെന്റിൽ വരാം.
അപ്പം നിങ്ങൾ ഇനി ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഫസ്റ്റ് അലോട്ട്മെന്റ് വരുന്ന സമയത്ത് നമ്മൾ ഒരിക്കലും കോളേജിലോട്ട് ചെന്നിട്ട് നമുക്ക് അഡ്മിഷൻ എടുക്കേണ്ടതായിട്ടില്ല. ആദ്യത്തെ 3 അലോട്ട്മെന്റ്, ഫസ്റ്റ് അലോട്ട്മെന്റ്, സെക്കൻഡ് അലോട്ട്മെന്റ്, തേർഡ് അലോട്ട്മെന്റ്, ഈ ഒരു തേർഡ് അലോട്ട്മെന്റും കഴിഞ്ഞതിന് ശേഷം മാത്രമാണ് നമ്മൾ കോളേജിൽ പോയിട്ട് അഡ്മിഷൻ എടുക്കേണ്ടതായിട്ടുള്ളത്. ഇഫ് നമുക്ക് ഫസ്റ്റ് അലോട്ട്മെന്റിൽ ഒരു കോളേജിൽ കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ LBSലോട്ട് ടോക്കൺ ഫീസ് അടയ്ക്കണം, ടോക്കൺ ഫീ പേയ്മെന്റ് നടത്തണം. നമുക്ക് ഗവൺമെന്റ് കോളേജിലാണ് കിട്ടുന്നതെന്നുണ്ടെങ്കിൽ 23,000 സംതിങ് ആയിരിക്കും ടോക്കൺ ഫീ അടയ്ക്കേണ്ട ആ ഒരു എമൗണ്ട് എന്ന് പറയുന്നത്. ഇഫ് നമുക്ക് കിട്ടുന്നത് ഒരു പ്രൈവറ്റ് കോളേജ് ആണെങ്കിൽ നമ്മൾ 25,000 രൂപ ആയിരിക്കണം ടോക്കൺ ഫീസ് അടയ്ക്കേണ്ടത്. നമുക്കത് ഒന്നെങ്കിൽ ചെല്ലാൻ വഴി അടയ്ക്കാനായിട്ട് പറ്റും, അല്ലെന്നുണ്ടെങ്കിൽ നമുക്ക് ഏതെങ്കിലും അക്ഷയയിലോ കഫേയിലോ ഒക്കെ പോയി കഴിഞ്ഞാൽ നമ്മുടെ കാർഡ് ഉപയോഗിച്ചിട്ടോ അങ്ങനെ നമുക്ക് ഓൺലൈൻ ആയിട്ട് പേയ്മെന്റ് ചെയ്യാനായിട്ട് പറ്റും. അപ്പൊ നിങ്ങൾ ഒരു അലോട്ട്മെന്റ് കിട്ടിക്കഴിഞ്ഞാൽ അപ്പൊ തന്നെ നിങ്ങൾ ആ ഒരു ടോക്കൺ ഫീസ് അടയ്ക്കുക. ഇഫ് നിങ്ങൾ ആ ഒരു ടോക്കൺ ഫീസ് അടച്ചില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു കിട്ടിയ കോളേജും കൂടെ നഷ്ടപ്പെടുന്നതായിരിക്കും. അടുത്തൊരു അലോട്ട്മെന്റ് അല്ലെങ്കിൽ സെക്കൻഡ് അലോട്ട്മെന്റിലോ തേർഡിലോ നിങ്ങൾക്ക് എവിടെങ്കിലും കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു ഫസ്റ്റിൽ കിട്ടിയ കോളേജും കൂടെ കാണത്തില്ല. ഇപ്പൊ നമുക്ക് ഫസ്റ്റ് അലോട്ട്മെന്റിൽ തന്നെ കിട്ടുമ്പോഴത്തേക്ക് നമ്മൾ ടോക്കൺ ഫീസ് അടച്ചു വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഉറപ്പായിട്ടും ആ ഒരു കോളേജ് എങ്കിലും കാണും. വേറൊരു കോളേജ് സെക്കൻഡിലോ തേർഡിലോ കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ ആ ഒരു ഫസ്റ്റിൽ കിട്ടിയ കോളേജ് നിങ്ങൾക്ക് ഉറപ്പായിട്ടും അവിടെ കാണും. അതാണ് ടോക്കൺ ഫീസ് അടയ്ക്കണം എന്ന് പറയുന്നത്. ഇപ്പൊ നിങ്ങൾക്ക് ഫസ്റ്റ് അലോട്ട്മെന്റിൽ നമുക്കിപ്പോ ഒരു കോളേജ് കിട്ടി, പക്ഷെ ആ ഒരു കോളേജ് നമുക്ക് ആ കോളേജെങ്കിലും വേണം എന്ന് വിചാരിച്ചിട്ട് നമ്മളിപ്പം ടോക്കൺ ഫീസ് അടച്ചു. പക്ഷെ തേർഡ് അലോട്ട്മെന്റ് കഴിയുമ്പോൾ നമുക്ക് ആ കോളേജ് ഇഷ്ടമില്ല എന്ന് വെച്ചിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ ചേരാതിരിക്കാം. നമുക്ക് കുറച്ച് കഴിയുമ്പോഴത്തേക്ക് എന്ന് പറയുമ്പോൾ ഏകദേശം എല്ലാ അലോട്ട്മെന്റ് കഴിയുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് ആ ഒരു 25,000 നമ്മൾ കോളേജിൽ ജോയിൻ ചെയ്തില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് തിരിച്ചു കിട്ടുന്നതായിരിക്കും. സോ ആ ഒരു പൈസ നഷ്ടപ്പെടുമെന്ന് ഓർത്തിട്ട് ആർക്കും പേടി വേണ്ട. അപ്പം നിങ്ങൾ ഫസ്റ്റ് അലോട്ട്മെന്റിൽ കിട്ടിയാൽ ടോക്കൺ ഫീസ് അടച്ചു, നിങ്ങൾ വെയിറ്റ് ചെയ്തു അടുത്ത അലോട്ട്മെന്റിന് വേണ്ടിയിട്ട്. അങ്ങനെ സെക്കൻഡും വന്നു, തേർഡും വന്നതിന് ശേഷമാണ് നമ്മൾ കോളേജിലോട്ട് പോകേണ്ടത്. ഇപ്പൊ നിങ്ങൾക്ക് തേർഡ് അലോട്ട്മെന്റിലാണ് ആദ്യമായിട്ട് ഒരു കോളേജ് കിട്ടുന്നതെന്നുണ്ടെങ്കിൽ നിങ്ങൾ അപ്പോഴും ആദ്യം തന്നെ LBSന് ടോക്കൺ ഫീസ് അടയ്ക്കുക, അതിനുശേഷം മാത്രമാണ് കോളേജിലോട്ട് പോകേണ്ടത്. അപ്പം തേർഡ് അലോട്ട്മെന്റ് കഴിയുമ്പോഴത്തേക്ക് ഫസ്റ്റിൽ കിട്ടിയവരാണെങ്കിലും സെക്കൻഡിൽ കിട്ടിയവരാണെങ്കിലും തേർഡിൽ കിട്ടിയവരാണെങ്കിലും കോളേജിൽ ഡയറക്റ്റ് പോയിട്ട് അഡ്മിഷൻ എടുക്കേണ്ടതായിട്ടുണ്ട്. അപ്പൊ നിങ്ങൾ നിങ്ങളുടെ ഒറിജിനൽ സർട്ടിഫിക്കറ്റ്സും കൂടാതെ നിങ്ങൾ ഫസ്റ്റ് ഇയർ അടയ്ക്കേണ്ട ആ ഒരു ഫീസും കൊണ്ടുപോകണം. എല്ലാ കോളേജുകളിലും നമ്മൾ അഡ്മിഷൻ എടുക്കാൻ ചെല്ലുന്ന സമയത്ത് തന്നെ നമ്മുടെ കയ്യിൽ നിന്ന് ഫീസ് മേടിക്കുന്നതായിരിക്കും. സോ ആ ഒരു കാര്യം നിങ്ങൾ ഓർത്ത് വെച്ചേക്കുക. അപ്പൊ നമ്മൾ ഈ ഒരു പേയ്മെന്റ് നടത്തിയിട്ട് നമ്മൾ കോളേജിൽ പോയിട്ട് അഡ്മിഷൻ എടുക്കുവാണ്. അപ്പൊ അഡ്മിഷൻ എടുത്തതിന് ശേഷം നിങ്ങൾക്ക് ഇപ്പൊ കൂടുതൽ ഇൻഡെക്സ് മാർക്ക് ഒക്കെ ഉള്ളവരാണ്, ഗവൺമെന്റിലൊക്കെ കിട്ടാൻ സാധ്യതയുള്ളവരാണെങ്കിൽ നിങ്ങൾക്ക് കോളേജിൽ NOC അഥവാ നോൺ ഒബ്ജക്ഷൻ സർട്ടിഫിക്കറ്റ് ചോദിച്ചു നോക്കാം. ഈ ഒരു നോൺ ഒബ്ജക്ഷൻ സർട്ടിഫിക്കറ്റ് അഥവാ NOC ഉണ്ടെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ഫോർത്ത് അലോട്ട്മെന്റ് തൊട്ട് പങ്കെടുക്കാനായിട്ട് പറ്റൂ. അപ്പൊ എല്ലാ കോളേജുകളും NOC പ്രൊവൈഡ് ചെയ്യത്തില്ല, ചില കോളേജുകൾ മാത്രമേ തരത്തുള്ളൂ. ചില കോളേജുകളിൽ ഗവൺമെന്റ് കോളേജിലോട്ട് മാത്രം പങ്കെടുക്കാനായിട്ടുള്ള ഒരു NOCയും തരും. അപ്പം നിങ്ങൾ എടുക്കുന്ന കോളേജിൽ തരും എന്ന് പറഞ്ഞാൽ ഓക്കെ, നിങ്ങൾക്ക് മുന്നോട്ടുള്ള അലോട്ട്മെന്റിൽ പങ്കെടുക്കാം. ഇഫ് തരത്തില്ല എന്ന് പറഞ്ഞാൽ നിങ്ങൾ അവിടെ വെച്ചിട്ട് ഒന്നെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു കോളേജ് ചൂസ് ചെയ്യാം, അപ്പൊ അവിടെ വെച്ചിട്ട് ചൂസ് ചെയ്യാം ഓക്കെ എനിക്കിത് മതി, അല്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അപ്പൊ തന്നെ ആ ഒരു കോളേജ് വേണ്ടാന്ന് വെച്ചിട്ട് മുന്നോട്ട് വരുന്ന മറ്റ് അലോട്ട്മെന്റ്സിൽ പങ്കെടുക്കാനായിട്ടും പറ്റും. അപ്പൊ മാക്സിമം ഒരുപാട് ഇൻഡെക്സ് ഉള്ളവരാണെങ്കിൽ മാത്രമേ ഈ ഒരു NOC എന്ന് പറഞ്ഞ് വെയിറ്റ് ചെയ്ത് നിൽക്കാവൂ, അല്ലാത്തവർ അവിടെ തന്നെ അഡ്മിഷൻ എടുക്കണം. ബിക്കോസ് മെയിൻ ആയിട്ടുള്ള അലോട്ട്മെന്റ് എന്ന് പറയുന്നത് ആദ്യത്തെ 3 അലോട്ട്മെന്റിലാണ്. ആദ്യത്തെ ഒരു 3 അലോട്ട്മെന്റ് കിട്ടുന്നതാണ് ഏറ്റവും കൂടുതൽ സീറ്റ് കിട്ടാനുള്ള ഒരു സാധ്യത. അത് നിങ്ങൾ നഷ്ടപ്പെടുത്തി കഴിഞ്ഞാൽ നിങ്ങൾക്ക് പിന്നീട് അങ്ങോട്ട് കിട്ടാനുള്ള ഒരു ചാൻസ് വളരെ കുറവാണ്. ബിക്കോസ് ആ ഒരു വേക്കൻസി വന്നാൽ മാത്രമേ പിന്നീട് സീറ്റ് ഉള്ളൂ. സോ മാക്സിമം അവിടെ തന്നെ അഡ്മിഷൻ എടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. അപ്പം നിങ്ങളുടെ ഭാഗ്യം പോലെ ഇരിക്കും, ചില കോളേജുകൾ NOC തരും, ചിലയിടത്ത് തരത്തില്ല. അപ്പം അതൊക്കെ നോക്കിയിട്ട് ചെയ്യുക. ഫോർത്ത് അലോട്ട്മെന്റ് വരുന്ന സമയത്ത് ഇതുപോലെ തന്നെ NOC നമുക്ക് അപ്ലോഡ് ചെയ്ത് കൊടുത്താൽ മാത്രമേ ഫോർത്ത് അലോട്ട്മെന്റിലോട്ട് നമുക്ക് ഓപ്ഷൻ വെക്കാനായിട്ട് പറ്റത്തുള്ളൂ. അതാണ് ഒരു പ്രത്യേകത. ഇപ്പൊ എനിക്ക് കോളേജിൽ നിന്ന് NOC തന്നില്ലല്ലോ, ഞാൻ അങ്ങ് ഓപ്ഷൻ വെച്ച് കൊടുത്താൽ സീൻ ഇല്ലല്ലോ എന്ന് വിചാരിച്ചിട്ട് കാര്യമില്ല, അങ്ങനെ പറ്റത്തില്ല. അപ്പൊ കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ 10ൽ കൂടുതൽ അലോട്ട്മെന്റ്സ് ഉണ്ടായിരുന്നു. ഞങ്ങളുടെ കോളേജിലും ഗവൺമെന്റ് കോളേജിലും ഒക്കെ ഈ ഒരു അലോട്ട്മെന്റ്സ് ഒക്കെ കംപ്ലീറ്റ് ആയതിനു ശേഷമാണ് ക്ലാസ് തുടങ്ങിയത്. നവംബർ 4-നായിരുന്നു കഴിഞ്ഞ വർഷം ഒഫീഷ്യൽ ആയിട്ട് BSc നഴ്സിംഗ് ക്ലാസ്സസ് സ്റ്റാർട്ട് ചെയ്തിട്ട് ഉണ്ടായിരുന്നത്. അപ്പം ഇത് കൂടാതെ തന്നെ സ്പോട്ട് അലോട്ട്മെന്റ് ഒക്കെ ഉണ്ട് കേട്ടോ, പക്ഷെ വളരെ കുറച്ച് സീറ്റ്സ് മാത്രമേ ഉണ്ടാവത്തുള്ളൂ സ്പോട്ട് അലോട്ട്മെന്റിനൊക്കെ. അപ്പം നമ്മളിപ്പോ സ്പോട്ടിന് പോയാൽ തന്നെ 1, 2, 3 ഗവൺമെന്റ് സീറ്റുകൾ മാത്രമേ കാണൂ, ബാക്കിയൊക്കെ പ്രൈവറ്റ് സീറ്റുകളായിരിക്കും. അതും റിസർവേഷൻ ഉള്ള സീറ്റുകളായിരിക്കും കൂടുതൽ ഉണ്ടാവുക. അപ്പൊ നിങ്ങൾ കിട്ടാത്തവരാണെങ്കിൽ ഈ പറയുന്ന സ്പോട്ട് അലോട്ട്മെന്റിനൊക്കെ പോയി നോക്കണം. ഭാഗ്യം പോലെ ചിലപ്പോൾ ഒരു സീറ്റ് നിങ്ങൾക്ക് കിട്ടിയേക്കാം. അപ്പൊ ഇത്രയാണ് നമുക്ക് അലോട്ട്മെന്റിനെ പറ്റിയിട്ടൊന്ന് ജസ്റ്റ് ഒന്ന് ചുരുക്കി പറയാനായിട്ട്. ഇനി നടക്കാൻ പോകുന്ന അലോട്ട്മെന്റ് പ്രോസസ്സുകൾ ഇങ്ങനെയൊക്കെ ആയിരിക്കും. ഇതിന്റെ ഇടയിൽ ഒരുപാട് കാര്യങ്ങളുണ്ട്, അതൊന്നും നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്തിട്ടില്ല.
വേണ്ടുന്ന കാര്യങ്ങളെല്ലാം നമ്മൾ ഇമ്പോർട്ടന്റ് ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. തുടർന്ന് നമ്മൾ ഓരോ അപ്ഡേറ്റ്സ് LBS ന്ന് വരുന്ന അനുസരിച്ച് വീഡിയോസ് ചെയ്യുന്നതായിരിക്കും. അപ്പൊ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ഉറപ്പായിട്ട് കമന്റ് സെക്ഷനിൽ ചോദിക്കുക. ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജ് അയക്കാവുന്നതാണ്. സമയം കിട്ടുന്ന പോലെ റിപ്ലൈ തരുന്നതായിരിക്കും. അപ്പൊ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയോ ഇല്ലയോ എന്നുള്ള ഒരു കാര്യം കമന്റ് ചെയ്യുക. എന്തെങ്കിലും വീഡിയോസ് LBS റിലേറ്റഡോ BSc നഴ്സിംഗ് ആയിട്ടൊക്കെ ബന്ധപ്പെട്ട് വേണമെന്നുണ്ടെങ്കിൽ ആ ഒരു കാര്യം കമന്റ് ചെയ്യുക. അപ്പൊ നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം. ബൈ.